ഒരു കാലത്ത് ഒരുപാട് വാർത്തകളിൽ ഇടം പിടിച്ച ഒരു സ്ഥലമായിരുന്നു മലപ്പുറം KSRTC ടെർമിനൽ. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയതും യാത്രക്കാരുടെ ദുരിതം വാർത്തകളായി. എന്നാൽ അന്നത്തെ പോലെ അല്ല ചേട്ടാ ഇന്ന്. ആയിരത്തി 1978 മലപ്പുറം KSRTCക്ക് സ്റ്റേഷൻ ഓഫീസ് നിലവിൽ വന്നത്. 80 അത് സബ് ഡിപ്പോ ആയി. 2022 ജില്ലാ ക്ലസ്റ്റർ ഓഫീസായി അത് മാറി. പിന്നീട് ആ സംവിധാനം നിർത്തലാക്കിയപ്പോൾ ജില്ലാ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. 2016 ജനുവരി 2 തറക്കല്ലിട്ട മലപ്പുറം KSRTC ടെർമിനലിൻ്റെ ഉദ്ഘാടനം 2025 ജൂൺ 7 7,90 ലക്ഷം രൂപയായിരുന്നു സർക്കാർ നൽകിയ തുക. 4 വർഷം കൊണ്ട് കെട്ടിടം പണി പൂർത്തിയായെങ്കിലും മറ്റു പ്രവർത്തികൾക്ക് പണമുണ്ടായില്ല. ആ കാലയളവിൽ ബസ് ടെർമിനൽ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു. മലപ്പുറത്തെ KSRTC ടെർമിനലിന്റെ നിർമ്മാണത്തിലുള്ള വേഗതയാണോ ഒച്ചിന്റെ വേഗതയാണോ ഏറ്റവും കൂടുതലെന്ന് ചോദിച്ചാൽ ആരും ഒന്ന് പകച്ചു നിന്നു പോകും. 2016 തറക്കല്ലിട്ട് 2023 എത്തിയിട്ടും 70% പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. വിമർശനങ്ങൾ വ്യാപകമായപ്പോൾ 2022 P. ഉബൈദുള്ള MLA ഫണ്ടിൽ നിന്ന് 2 കോടി നീക്കിവെച്ചു. 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നായിരുന്നു വ്യവസ്ഥ. പക്ഷേ തീർന്നില്ല. പിന്നെയും KSRTC ടെർമിനൽ വാർത്തകളിൽ ഇടം പിടിച്ചു. തുടർന്ന് 2 തവണകളിലായി 15 ലക്ഷം രൂപയും KSRTC 90 ലക്ഷം രൂപയും അനുവദിച്ചു. ഒടുവിൽ ഇന്ന് കാണുന്ന നിലയിലായി. ഇന്നിപ്പോൾ കാര്യങ്ങൾ ഉഷാറാണ്. 4 നിലകളിലായി 37,445 ചതുരശ്ര അടി വിസ്തീർണമാണ് ടെർമിനലിന്. AC കാത്തിരിപ്പ് കേന്ദ്രം ഉൾപ്പെടെയുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ശുചിമുറികൾ, ഇന്റർലോക്ക് പാകിയ യാർഡ്, പൂന്തോട്ടം ഒക്കെയായി. ഇഴഞ്ഞിഴഞ്ഞ് ഒടുവിൽ മാധ്യമ ഇടപെടലുകളുടെയും വലിയ പ്രതിഷേധങ്ങളുടെയും ഒക്കെ ഒടുവിലാണ് അത്യാധുനിക സൗകര്യത്തോടു കൂടിയ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. എന്നാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അതിനും കഴിഞ്ഞതുപോലെയൊരു പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്താതെ അധികൃതർ നേരത്തെ തന്നെ പൂർത്തിയാക്കണം. മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ K. വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.